പയ്യൻ, നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. നന്നായിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ നോക്കണം. നമ്മൾ പടം റിലീസാകുമ്പോൾ ഞാനൊക്കെ ഒരു 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ നമ്മളൊക്കെയാണ് പോയി കണ്ടുകൊണ്ടിരുന്നത്. സൂപ്പർ സൂപ്പർ, നന്നായിരിക്കും. നല്ല സൗണ്ടും ക്വാളിറ്റിയും ഒക്കെ നന്നായിട്ടുണ്ട്. അടിപൊളി പടമായിരുന്നു. ഞാൻ ചേട്ടൻ്റെ ഒരു ആരാധനാണ് പുതിയ തലമുറയില്. അന്ന് കോവളം നീലകണ്ഠയിൽ കണ്ടത്. കോവളം നീലകണ്ഠയിൽ പിന്നെ ചപ്പാത്തി തിയേറ്ററുകളുടെ പില്ലുവള. അഞ്ചാമത്തെ പ്രാവശ്യം സിനിമ കാണുന്നത്. ഞാൻ ജയൻചേട്ടൻ്റെ ഒരു ആരാധനാണ്. വീണ്ടും കാണണമെന്ന് തോന്നി വന്നു. ആ ഒരു ക്വാളിറ്റി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ക്വാളിറ്റി കൊള്ളാം, നല്ല ക്വാളിറ്റി കൊള്ളാം. ചേട്ടാ എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ സൂപ്പർ, നന്നായിരിക്കും. നല്ല സൗണ്ടും ക്വാളിറ്റിയും ഒക്കെ നന്നായിട്ടുണ്ട്. പണ്ട് കണ്ടു വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തിയേറ്ററിൽ കണ്ടപ്പോൾ എന്ത് തോന്നി? അല്ല, കൊള്ളാം, നന്നായിരിക്കുന്നു. പണ്ടത്തെക്കാളും നല്ലൊരു എഫക്റ്റ് ഒക്കെ ഉണ്ട്. പണ്ടെങ്കിലും തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടുണ്ടോ? അല്ല, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും ഒക്കെ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ കൊണ്ട് നന്നായിട്ടുണ്ട്. അടിപൊളി പടമായിരുന്നു. ഞാൻ ചേട്ടൻ്റെ ഒരു ആരാധനാണ് പുതിയ തലമുറയില്. ഈ എന്താണ് ഡിജിറ്റൽ ക്വാളിറ്റിയിൽ കാണാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. ഇനി അടുത്ത മീനും അങ്ങാടിയൊക്കെ ഇതുപോലെ വരും. എല്ലാവരും കാണണം. ഫാമിലിയോടെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ? നല്ല ക്വാളിറ്റി ഉണ്ട്. സൂപ്പർ പടം. ഓക്കെ, താങ്ക് യു. സൂപ്പർ. ആ ഒരു ക്വാളിറ്റി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അതല്ലേ 47 വർഷത്തിന് ശേഷം സെറ്റപ്പായിട്ടല്ലേ ചെയ്തിരിക്കുന്നത്. അതാണ് കഴിവ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. നന്നായിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ നോക്കണം. ജയൻ്റെ ഒരു കാലഘട്ടം, ഇങ്ങനെ ഒരു ഹീറോ നമ്മൾ കണ്ടിട്ടില്ല ആ കാലം. ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടാ. അവർ ചിലപ്പോൾ തമാശയായിട്ടൊക്കെ തോന്നാം. എന്നിരുന്നാലും ജയൻ ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ അന്ന് മരിക്കാതെ ഈ മമ്മൂട്ടി മോഹൻലാൽ പോലും ചിലപ്പോൾ അവർക്കൊരു തുടക്കം ഇങ്ങനെ കിട്ടാൻ സാധ്യത കുറവായിരുന്നു. പ്രേം നസീറാണെങ്കിലും നിറഞ്ഞു നിന്ന കാലഘട്ടം. അത് കഴിഞ്ഞ് ജയൻ്റെ ഒരു ജയൻ മാത്രമായി വരെയായിരുന്നു സിനിമകൾ. മറ്റെല്ലാ സിനിമകളിലും നസീർ ആണല്ലോ പ്രധാനം. ജയൻ മാത്രമായിട്ട് വന്ന ഒരു കാലഘട്ടം വന്ന് തുടങ്ങിയല്ലേ. ഇന്ന് വെറും 2 വർഷമല്ലേ ഇന്ന് സൂപ്പർ സ്റ്റാറായിട്ട് മാറിയത്. അപ്പോൾ 2 കൊല്ലം കൊണ്ട് ഇത്രയും ഒരു താരപരിവേഷം നേടിയെടുക്കാനും ഈ 2025 പോലും നമ്മൾ ജയനെ ഓർക്ക്. അതെ, പിന്നെ ജയൻ്റെ ഒരു സിനിമ ഇങ്ങനെ വരികയും ചെയ്യുന്നത് തിയേറ്ററിൽ തന്നെ കാണണം കേട്ടോ. പലവട്ടം കണ്ടിട്ടുണ്ട്. ചേട്ടാ അന്ന് തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടുണ്ടോ സിനിമ? അന്ന് എൻ്റെ കുട്ടിക്കാലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതെനിക്ക് ശരിക്കും ഓർമ്മയില്ല. പണ്ട് പിന്നെ രണ്ടാമത് പലവട്ടം സിനിമകൾ വരുമല്ലോ. അങ്ങനെ തിയേറ്ററിൽ നിന്ന് 2-3 തവണ പിന്നീട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും വരണമെന്ന് പറഞ്ഞപ്പം ഇനിയും ജയൻ്റെ പടങ്ങൾ വരട്ടെ, കാണാം. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ട്. ഈ ശരീരം ഇത്രയും നല്ലൊരു ആരോഗ്യമായ ബോഡി, ഒരു ശരീരം നമ്മൾ പിന്നീടല്ലേ ഇപ്പോൾ ഉള്ള നടന്മാരെല്ലാം ജിംനേഷ്യവും മറ്റൊക്കെ അല്ലേ ആദ്യമായിട്ടൊരു ശരീരം പ്രദർശനം നടത്തുന്നതും. ഈ റോളിൽ നമുക്ക് നസീറിനെ സങ്കല്പിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നസീർ മോശം എന്നല്ല പറയണത്. ജയൻ ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും കാണാൻ വന്നത്. അല്ല, സൂപ്പർ പടം. ഞാൻ ഇത് പോയിട്ട് വർഷങ്ങൾക്ക് മുമ്പേ കണ്ടതാണ്. ജയൻ്റെ പടം കൊണ്ടാണ് വന്നത്. എൻ്റെ വീട് പിടിഞ്ഞത്തിനപ്പുറമാണ്. അന്ന് തിയേറ്ററിൽ തന്നെയാണോ കണ്ടത്? അല്ല, അന്ന് തിയേറ്ററിൽ നിന്ന് കണ്ടത്. അന്ന് കോവളം നീലകണ്ഠയിൽ കണ്ടത്. കോവളം നീലകണ്ഠയിൽ പിന്നെ ചപ്പാത്തി തിയേറ്ററുകളുടെ പില്ലുവള. അവിടെ ജയന്റെ പടം ഇവിടെ ഉണ്ടെങ്കിലും പോയി കാണാം. കണ്ടിട്ടുണ്ട്. തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നല്ലൊരു ഉത്സാഹം. പണ്ട് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ? പണ്ട് തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. പണ്ട് ചപ്പാത്ത്. നല്ല ഉഗ്രം. പണ്ട് കാലത്ത് കണ്ടതുപോലെ തന്നെ ഉണ്ട്. നല്ല ക്ലാരിറ്റി ഉണ്ട്. നമ്മൾ പടം റിലീസാകുമ്പോൾ ഞാനൊക്കെ ഒരു 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ നമ്മളൊക്കെയാണ് പോയി കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം അതേ ഒരു ഓർമ്മകളും നമ്മുടെ ആ ഒരു നൊസ്റ്റാൾജിയ ഇത് എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട്. പടം ക്വാളിറ്റി കൂടിയതല്ല. പടം നല്ല ക്ലാരിറ്റി ഉണ്ട്. മ്യൂസിക്കൽ ഇത്തിരി ബാക്ക്ഗ്രൗണ്ട് എല്ലാം മാറ്റിയിട്ടുണ്ടെങ്കിലും പടം നമ്മൾ ഈ യൂട്യൂബിൽ നിന്നെല്ലാം ഡൗൺലോഡ് ചെയ്ത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഇതല്ല. നമ്മൾ വൈഡ് സ്ക്രീനിൽ കാണുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ഇതുണ്ടാവും. ആ ഒരു ക്വാളിറ്റി എടുത്തിട്ടുണ്ട്. അടുത്തും ജയൻ്റെ പടങ്ങൾ ഇടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും വന്ന് കാണാം. ചേട്ടാ എങ്ങനെയുണ്ട്? സൂപ്പർ. നേരത്തെ പറഞ്ഞ ഡയലോഗ് ഒന്നുകൂടെ. പയ്യൻ, നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ എങ്ങനെയുണ്ട് ആ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് പുതിയത് കാണാൻ? അയ്യോ, എക്സ്പീരിയൻസ് നല്ല ഇനി ഉണ്ടാവും. വൈകുന്നേരം ഉണ്ടാവും. ഇങ്ങനെ കറങ്ങി വരണല്ലേ. പക്ഷെ ഫസ്റ്റ് ഷോയ്ക്ക് ഇനി ഇഷ്ടംപോലെ ആളുണ്ട്. ഇത് വെയിറ്റ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ഈ സിനിമ. ജയന്റെ പടമല്ലേ പറയണോ? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല രസത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടാ. നമ്മൾ 43 വർഷം കണ്ടതല്ലേ. ഞാൻ കുറെ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ക്വാളിറ്റി ഉണ്ട്. സ്ക്രീനിന് മാത്രം ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. പടം പിന്നെ ജയന്റെ പടമല്ലേ. നല്ല പടം. ആള് ഉണ്ടെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളെ വലിയ 10-200 പേര് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇതിപ്പോ പണ്ടൊക്കെ ആദ്യമായിട്ട് ഞാൻ ഈ തിയേറ്ററിൽ നിന്ന് ഈ പടം കാണുന്നത്. എൻ്റെ 40-49 വയസ്സായി എനിക്ക് ആദ്യമായിട്ടാണ് ഈ പടം കാണുന്നത്. നല്ല ഭംഗിയായിരിക്കും.
ബ്രോ എങ്ങനെയുണ്ട് കണ്ടിച്ച്? ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അല്ല ഇല്ല, ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, പണ്ട് കണ്ടിട്ടില്ല, ഇപ്പം കണ്ടില്ല. പിന്നെ ഇപ്പോൾ കേട്ടപ്പോൾ കൊള്ളാം, ക്ലാരിറ്റി ഉണ്ട്, AI ഉപയോഗിച്ചിട്ടുണ്ട്, ക്ലാരിറ്റി ചെയ്തിട്ടുണ്ട്, കൊള്ളാം, കുഴപ്പമില്ല.